നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാവരുടെയും മനസ്സ് പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു ഓട്ടോ ഡ്രൈവറുടെ ആത്മഹത്യ. മലപ്പുറത്ത് ഓട്ടോയ്ക്ക് ഫിറ്റ്നസ് കിട്ടാത്തതിനെ തുടർന്ന് വാഹന ഉടമ ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. ആത്മഹത്യയ്ക്ക് മുമ്പ് മലപ്പുറം കിഴിശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശി ഷൗക്കത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ MVDക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. 5 വർഷം മുൻപാണ് ഷൗക്കത്തിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ തുടക്കം. 5 വർഷം തന്റെ ഉപജീവനം നടപ്പിലാക്കുക, അല്ലെങ്കിൽ അത് കിട്ടുക, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടെ ഷൗക്കത്ത് മുട്ടാത്ത വാതിലുകളില്ല. 5 വർഷം മുൻപ് മഞ്ചേരി ഗ്രാൻഡ് ഓട്ടോ ഷോറൂമിൽ നിന്നാണ് പുതിയൊരു ഓട്ടോ വാങ്ങുന്നത്. കൊണ്ടോട്ടി സബ് RTO ഓഫീസിൽ നിന്ന് വാഹനത്തിന്റെ രേഖകളും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പോസ്റ്റൽ വഴി കിട്ടി. പക്ഷേ 2 വർഷത്തിന് ശേഷം ഫിറ്റ്നസ് കാലാവധി അവസാനിച്ചു. പിന്നാലെ സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം MVD ഏജന്റിനെ സമീപിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോൾ സർക്കാർ ഫീസിന് പുറമെ 2000 രൂപ നൽകിയാൽ വാഹനം കാണിച്ച് ഫിറ്റ്നസ് നൽകാമെന്ന വാഗ്ദാനം ഏജന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. 4000 രൂപ നൽകിയാൽ വാഹനം കാണിക്കാതെ തന്നെ ഫിറ്റ്നസ് കിട്ടുമെന്നും വാഗ്ദാനം. വേറെ വഴിയില്ലാതെ ഷൗക്കത്ത് 2000 രൂപ നൽകി വാഹനം കാണിച്ച് ഫിറ്റ്നസ് നേടുകയും ചെയ്തു. തുടർന്ന് 2 വർഷം കഴിയുന്നു. 2 വർഷം കഴിഞ്ഞ് അഴിമതിക്ക് വഴങ്ങേണ്ട എന്ന നിലപാടിൽ നേരിട്ട് ഫിറ്റ്നസിന് അപേക്ഷിക്കുകയായിരുന്നു ഷൗക്കത്ത്. കൊണ്ടോട്ടി RTO ഓഫീസിന് സമീപത്തെ കോമൺ സർവീസ് സെന്റർ വഴിയാണ് ഈ ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകിയത്. 2025 നവംബർ 13 ഫിറ്റ്നസ് പരിശോധനയ്ക്കായി വാഹനവുമായി ഹാജരായി. പക്ഷേ ആ സമയം മറ്റുള്ളവരുടെ വാഹനങ്ങൾക്കൊപ്പം ഏജന്റുമാർ ഉണ്ടായിരുന്നുവെന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ വാഹനത്തിൽ മാത്രം ഉദ്യോഗസ്ഥർ വിശദമായ പരിശോധന നടത്തി. പെയിന്റിൽ ചെറിയ ഡോട്ടുകൾ ചൂണ്ടിക്കാട്ടി വീണ്ടും പെയിന്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നാലെ പെയിന്റ് ചെയ്ത് തിരിച്ചെത്തിയപ്പോൾ സൈഡിലെ സ്റ്റീൽ കമ്പി മുഴുവൻ മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം. പക്ഷെ അതേ സ്റ്റീൽ വർക്ക് ഉണ്ടായിരുന്ന വാഹനത്തിന് മുൻപ് 2 തവണ MVD ഫിറ്റ്നസ് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അതേ കാരണത്താൽ ഫിറ്റ്നസ് നിഷേധിച്ചു. തുടർന്ന് കൊണ്ടോട്ടി MVAയെ നേരിൽ കണ്ട് പരാതി പറഞ്ഞു. എന്നാൽ പരിഹാരമൊന്നും കിട്ടിയില്ല. ഫിറ്റ്നസ് കിട്ടുന്നതിനായി മലപ്പുറം ജില്ലയിലെ വിവിധ MVD ഏജന്റുമാരെയും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരെയും ഷൗക്കത്ത് സമീപിക്കുകയും ചെയ്തു. നേരിട്ട് അപേക്ഷിച്ചത് കൊണ്ട് തന്നെ ഇടപെടാൻ കഴിയില്ല എന്ന് ചില ഏജന്റുമാർ പറഞ്ഞു എന്ന ആരോപണവും ശക്തമാണ്. തന്റെ വാഹന നമ്പർ ഏജന്റുമാരിലേക്ക് എത്തിയതായുള്ള ഗുരുതരമായ ആരോപണവും ഷൗക്കത്ത് ഉയർത്തി. തുടർന്നുള്ള മാസങ്ങളിൽ ഫിറ്റ്നസ് കിട്ടാത്തതിനെ തുടർന്ന് MVD ഓഫീസിൽ ഷൗക്കത്ത് നിരവധി തവണ കയറിയിറങ്ങി. കാരണം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വ്യക്തമായ മറുപടി കിട്ടിയില്ല. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിട്ടും മറുപടി കിട്ടിയില്ല. 10 മാസമായി ഫിറ്റ്നസ് കിട്ടാത്തതിനാൽ ഓട്ടോയുടെ ടാക്സി പെർമിറ്റ് ഉൾപ്പെടെയുള്ള രേഖകളുടെ കാലാവധി അവസാനിച്ച സാഹചര്യമാണ്. തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്താനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടു. ഇത് ഷൗക്കത്തിനെ മാനസികമായി തളർത്തി. വാഹനത്തിന്റെ EMI ഉൾപ്പെടെയുള്ള സാമ്പത്തിക ബാധ്യതകളും ഷൗക്കത്തിനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചു. ഇതിനെ തുടർന്നാണ് ഷൗക്കത്ത് ആത്മഹത്യ ചെയ്തതെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷൗക്കത്ത് തന്നെ വ്യക്തമാക്കിയത്. മാത്രമല്ല, നിരവധി ചോദ്യങ്ങൾ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. മുൻപ് ഇതേ വാഹനത്തിന് ഫിറ്റ്നസ് അനുവദിച്ചത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ അതേ സ്റ്റീൽ വർക്കിന്റെ പേരിൽ ഫിറ്റ്നസ് നിഷേധിച്ചത് എന്തുകൊണ്ട്? മലപ്പുറം ജില്ലയിലെ സമാന സ്റ്റീൽ വർക്കുള്ള മറ്റു ഓട്ടോകൾക്ക് ഫിറ്റ്നസ് നൽകുന്നുണ്ട്. അതിന്റെ മാനദണ്ഡം എന്താണ്? നിയമവിരുദ്ധമാണെങ്കിൽ മുൻപ് ഫിറ്റ്നസ് അനുവദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യവും കൂടി ഉയരുകയാണ്. ഇങ്ങനെയുള്ള നിയമപരമായിട്ട് തന്നെ മറുപടി കിട്ടേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതാണ് ഷൗക്കത്തിന്റെ ബന്ധുക്കളും ഉന്നയിക്കുന്നത്. ഷൗക്കത്തിന്റെ വാഹനവും സമാന സ്റ്റീൽ വർക്കുള്ള മറ്റു വാഹനങ്ങളും ശാസ്ത്രീയ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നുണ്ട്. വാഹന പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥന്റെ പേരും തിരിച്ചറിയൽ വിവരങ്ങളും വ്യക്തമാക്കണമെന്ന ആവശ്യവും ശക്തമാവുന്നുണ്ട്. വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്കും പരാതി നൽകിയെന്നും പറയുന്നുണ്ട്. MVDയിലെ അഴിമതി സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഏജന്റ് സംവിധാനം അവസാനിപ്പിക്കണമെന്നും കൈക്കൂലി വാങ്ങി വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് അനുവദിക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവും നിലവിൽ ശക്തമാകുന്നുണ്ട്. ഏജന്റിനെ ഒഴിവാക്കി നേരിട്ട് അപേക്ഷിച്ചതിനാലാണ് തന്നോട് വിവേചനപരമായ സമീപനം ഉണ്ടായതെന്ന ആരോപണമാണ് ഷൗക്കത്ത് ഉന്നയിക്കുന്നത്. അഴിമതിക്ക് വഴങ്ങാത്തതിനുള്ള ശിക്ഷയാണ് ഫിറ്റ്നസ് നിഷേധിച്ചതെന്ന സംശയമായിരുന്നു ഉയർത്തിയിരുന്നത്. സംഭവത്തിൽ സ്വതന്ത്രവും സമഗ്രവുമായ അന്വേഷണം വേണമെന്നായിരുന്നു ഷൗക്കത്ത് ഉയർത്തിയ പ്രധാന ആവശ്യം. മുൻപ് ഫിറ്റ്നസ് അനുവദിച്ച വാഹനങ്ങളും ഇപ്പോൾ ഫിറ്റ്നസ് നിഷേധിച്ച വാഹനങ്ങളും ഒരേ മാനദണ്ഡത്തിൽ തന്നെ പരിശോധിക്കണം. MVD ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങളിൽ സർക്കാർ വ്യക്തമായ മറുപടി നൽകണമെന്ന ആവശ്യവും ശക്തമാണ്.
അതേസമയം സംഭവത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണറോടാണ് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ഇതിനിടെ ഷൗക്കത്തിന്റെ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്ന ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതും ഏറ്റവും നിർണായകമായി വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. 2 ദിവസം മുൻപ് ഷൗക്കത്ത് ഈ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. MVD അനാസ്ഥയാണ് ഷൗക്കത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ആരോപിച്ച് കിഴിശ്ശേരി നഗരത്തിൽ ഓട്ടോ തൊഴിലാളികളടക്കം കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തുകയും ചെയ്തു. തൊഴിലാളി സംഘടനകൾ സംയുക്തമായിട്ടായിരുന്നു MVDക്കെതിരെ പ്രതിഷേധിച്ചത്. എന്തായാലും ഓട്ടോ ഡ്രൈവറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് MLA TP അഷ്റഫ് അലി പ്രതികരിച്ചിരുന്നു. നേരത്തെ ഇങ്ങനെ ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല, എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് അന്വേഷിക്കുമെന്നായിരുന്നു MLAയുടെ മറുപടി. വീഴ്ചയുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കും. MVD ഉദ്യോഗസ്ഥരുമായി താൻ സംസാരിച്ചുവെന്നും MLA പറഞ്ഞു. അപാധകൾ ചൂണ്ടിക്കാണിച്ചുവെന്നാണ് പ്രാഥമികമായി അവർ നൽകുന്ന വിശദീകരണം. ഉദ്യോഗസ്ഥരുടെ കുറവ് കാരണം ഫിറ്റ്നസ് പരിശോധന വിവിധ സ്ക്വാഡുകളാണ് നടത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഏത് സ്ക്വാഡാണ് പരിശോധിച്ചതെന്ന് കണ്ടെത്തണമെന്നും പറഞ്ഞു. കാലതാമസമില്ലാതെ ജനങ്ങൾക്ക് സേവനം കിട്ടുക എന്നതാവണം സർക്കാർ ഓഫീസുകളുടെ മുഖമുദ്ര. ഫിറ്റ്നസ് വിഷയം കേരളത്തിലെ നിയമം മാത്രമല്ലെന്നും കേന്ദ്ര നിയമം കൂടി ബാധകമാണെന്നുമായിരുന്നു MLAയുടെ പ്രതികരണം. പൗരന്മാർക്ക് സംതൃപ്തമായ രീതിയിൽ സേവനം നൽകുന്ന ഓഫീസുകളായി സർക്കാർ ഓഫീസുകൾ മാറണമെന്നും ഇടനിലക്കാർ വഴി മാത്രം സേവനം എന്ന രീതി ശരിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സിസ്റ്റം നന്നാകണമെന്നാണ് ഷൗക്കത്ത് പറഞ്ഞതെന്നും അദ്ദേഹം ഉയർത്തിയ ആവശ്യത്തിനായി നിലകൊള്ളുമെന്നും MLAയുടെ പ്രതികരണം. ഗതാഗത മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിൽ മനംനൊന്ത് ഡ്രൈവറായ ഷൗക്കത്ത് ജീവനൊടുക്കിയ സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരവും വേദനയുളവാക്കുന്നതുമാണെന്ന് ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രതികരണം. ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ഗതാഗത വകുപ്പ് സെക്രട്ടറി TV അനുപമയെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വാഹന പരിശോധന വേളയിലോ തുടർ നടപടികളോ എന്തെങ്കിലും വീഴ്ചയോ മാനസിക പീഡനമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഗതാഗത സെക്രട്ടറി വിശദമായി അന്വേഷിക്കും. സമൂഹ മാധ്യമങ്ങളിൽ ഷൗക്കത്ത് പങ്കുവച്ച ദൃശ്യങ്ങളിലെ കുറിപ്പും അന്വേഷണ വിധേയമാക്കും. കിട്ടുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സമീപനവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ലെന്നത് സർക്കാരിന്റെ കർശന നിർദ്ദേശമാണ്. ഉദ്യോഗസ്ഥർ ജനങ്ങളോട് കൂടുതൽ സൗഹാർദ്ദപരമായി ഇടപെടേണ്ടതുണ്ട്. ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും. ഷൗക്കത്തിന്റെ കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.